ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അടിപൊളി ഐറ്റമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളതും അതുപോലെ തന്നെ നമ്മൾ ജേർണലിംഗ് ഒക്കെ ചെയ്യുന്നവർക്കും മസ്റ്റായിട്ട് ആവശ്യമുള്ളൊരു ഐറ്റമാണ് വാഷി ടേപ്പ്. ഇപ്പോൾ ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വാഷി ടേപ്പിൻ്റെ ആവശ്യം വരാറുണ്ട്, പല സൈസിലും കളറിലൊക്കെ. അതുപോലെ തന്നെ കുട്ടികൾക്കായാലും അസൈൻമെൻറ്റ്, പ്രൊജക്റ്റ് ഇതൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഡിസൈൻ ചെയ്യാനും ഒക്കെ നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇതൊക്കെ വാങ്ങുമ്പോൾ ഒരുപാട് ക്യാഷ് ആവും. അപ്പോൾ അധികം ക്യാഷ് ഒന്നും സ്പെൻഡ് ചെയ്യാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് നമ്മളെ വീട്ടിൽ വെച്ചിട്ട് തന്നെ നമുക്കൊരു A4 പേപ്പർ ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബ്ലാങ്ക് ആയിട്ടുള്ളൊരു A4 പേപ്പർ എടുക്കാം. എന്നിട്ട് ആദ്യം തന്നെ 1.5 ഇഞ്ച് വീതി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നീളം നമുക്ക് A4 പേപ്പറിൻ്റെ ഫുൾ നീളം തന്നെ എടുത്താൽ മതി. ഞാനിപ്പോൾ 4 മോഡൽസാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ 4 ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ഗ്രിഡ് ടൈപ്പിലുള്ള വാഷി ടേപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓറഞ്ച് കളറാണ് എടുത്തിട്ടുള്ളത്. കളറൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഗ്രിഡ് ടൈപ്പ് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ആദ്യം നീളത്തിൽ കുറച്ച് ലൈൻസ് ഇട്ട് കൊടുക്കുക. അതിനുപോലെ തന്നെ ഇത് ക്രോസ് ആയിട്ട് കുറച്ച് ലൈൻസ് ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് മോഡൽ അങ്ങനെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ ചെയ്യുന്നത് ഇതുപോലെ സിഗ്സാഗ് ടൈപ്പിലുള്ള മോഡലാണ്. ഞാനിപ്പോൾ ബ്ലൂ കളറാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് ലൈന് ഇത് ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ താഴെ ഒരു ലൈനും കൂടി ഞാൻ സെയിം ആയിട്ടൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ മോഡലും കംപ്ലീറ്റ് ആവും. അപ്പോൾ അടുത്തതായി നമുക്ക് എൽ ഷേപ്പിലുള്ള വാഷി ടേപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ചെറിയ ചെറിയ എഡ്സ് ഫുള്ളായിട്ടൊന്ന് വരച്ച് കൊടുക്കുക. ഞാൻ ആദ്യം ഇത് ഫുള്ളായിട്ട് കുനുകുനാന്ന് ഇട്ട് കൊടുക്കാനാണ് വിചാരിച്ചത്, പക്ഷെ അത് എനിക്ക് അത്ര ഭംഗി തോന്നിയില്ല. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഒരു ലൈന് ഹാർട്ട് വരച്ച് കൊടുത്തു. അതിന് നേരെ താഴെ തന്നെ ഒരു ലൈനും കൂടി വരച്ച് കൊടുത്തു. പിന്നെ ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ എനിക്കൊന്നും കൂടെ ഭംഗി തോന്നി. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം അതുപോലെ ചെയ്താൽ മതി. ഡിസൈനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചെയ്ത ഡിസൈൻ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങളെ ഐഡിയക്കനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് DIY വീഡിയോസൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതുപോലെ ക്രാഫ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ലാസ്റ്റായിട്ട് ഞാൻ ഫ്ലവർ ടൈപ്പിലാണ് ചെയ്യുന്നത്. ഞാൻ യെല്ലോ കളറിൽ ഒരു 4 ഇതളുകളുള്ള ഒരു ഫ്ലവർ വരച്ച് കൊടുക്കുന്നുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു മോഡലിലുള്ള ഫ്ലവറാണ്. ഇത് ഏത് കുഞ്ഞു കുട്ടികൾക്കും ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ റെഡ് കൊണ്ട് ഒന്ന് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് 2 ലൈൻസ് ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഓരോന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. ഇനി ഈ കട്ട് ചെയ്തതൊക്കെ നമുക്കൊന്ന് റോളാക്കിയിട്ട് ചുറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം കട്ടിയുള്ളൊരു പേപ്പറാണ് വേണ്ടത്. നമ്മൾ നോട്ട് ബുക്കിൻ്റെ കവർ പേജൊക്കെ ഇല്ലേ, ആ കട്ടി മതി. നമ്മൾ എത്രയാണോ വാഷി ടേപ്പിന് വീതി എടുത്തത് അതേ വീതിയിൽ തന്നെ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. നീളം നമുക്ക് 10 ഇഞ്ച് മതിയാവും. ഇനി നമുക്ക് ഇതുപോലെ ഗ്ലൂ തേച്ചിട്ട് ഒന്ന് റൗണ്ടിലൊന്ന് ഒട്ടിച്ചെടുക്കണം. നമ്മൾ ചെറിയ സെല്ലോ ടോപ്പിൻ്റെ സൈസൊക്കെ നമുക്കറിയില്ല, ആ ഒരു സൈസിലൊന്ന് റൗണ്ട് ചെയ്തിട്ട് എടുത്താൽ മതി. ഇനി ഈ റോൾ ചെയ്തതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു ലൈന് പോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാടൊന്നും അപ്ലൈ ചെയ്യണ്ട, നമ്മുടെ പേപ്പർ ഫുള്ളായിട്ടൊന്ന് ഒട്ടിപ്പോകും. അപ്പോൾ കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫസ്റ്റ് പാറ്റേൺ എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടെ മാത്രം ഒട്ടിച്ച് കൊടുത്താൽ മതി, ബാക്കി ഭാഗമൊന്നും ഒട്ടിക്കരുത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം. നമ്മളിപ്പോൾ റോൾ ചെയ്തെടുത്തില്ല,
അപ്പോൾ അതവിടെ സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു കുഞ്ഞു പീസ് എടുക്കാം. ഒരു 3 ഇഞ്ച് നീളത്തിലും ഒരു ഇഞ്ച് വീതിയും എടുത്താൽ മതി. താഴോട്ട് ഇതുപോലെ ഒന്ന് ക്രോസ് ആയിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ച റോളിലൊന്നും ഒട്ടിപ്പോവാതെ ആ കുഞ്ഞ പേപ്പർ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കാം. നമുക്ക് ഇതുപോലെ മൂവ് ചെയ്ത് പോകണം. അപ്പോൾ ടൈറ്റിലൊന്നും ഒട്ടിച്ച് കൊടുക്കരുത്, കുറച്ച് ലൂസിൽ വേണം ഒന്ന് ഒട്ടിച്ച് കൊടുക്കാൻ. ഞാനിപ്പോൾ ഇതുപോലെ വലിക്കുമ്പോൾ നമുക്കത് വലിച്ചെടുക്കാൻ പറ്റണം. അതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ഫസ്റ്റ് വൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഞാൻ ബാക്കി എല്ലാ മോഡൽസും ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ എക്സ്ട്രാ ഒന്നും കൂടെ ഗ്രിഡ് മോഡൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സിംഗിൾ കളറിൻ്റെ വാഷി ടേപ്പ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. നമ്മൾ ഇതുപോലെ 1.5 ഇഞ്ച് വീതിയിൽ പേപ്പേഴ്സ് കട്ട് ചെയ്തിട്ടിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ചെറിയൊരു പേപ്പർ ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലാണ് ഇപ്പോൾ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതുപോലത്തെ ബോക്സ് ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ നോർമൽ വാങ്ങാൻ കിട്ടുന്ന ബോക്സൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാലം ഇത് കേടുവരാതെ നാശമായി പോവാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇത് ഒട്ടിക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് അതിൽ നിന്ന് വലിച്ചെടുക്കാൻ പറ്റും. നമുക്ക് എവിടെയാണോ ഒട്ടിച്ച് കൊടുക്കാൻ ഉള്ളത് അവിടെ നമുക്ക് ഒട്ടിച്ച് കൊടുക്കുക. ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് പാറ്റേൺസൊക്കെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടമായത് ഏത് പാറ്റേൺ ആണോ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.